500 പ്രണയമുള്ള നമ്മുടെ മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാറിന്റെ കുടുംബ പ്രശ്നം തീർക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ എണ്ണയും പിണ്ണാക്കും മോരും തൈരും ഉൾപ്പെടെ പല സാധനങ്ങളും വിദേശത്തേക്ക് മറിച്ചു വിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മുടെ മന്ത്രിയെ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഭാര്യയെ എവിടെയോ വെച്ച് തൂക്കുകയും അതിനുശേഷം 112-ൽ വിളിച്ച് ഭാര്യ ഇതേ കണക്ക് പരാതി പറഞ്ഞ സമയത്ത് മന്ത്രിക്കെതിരെ കേസെടുക്കാതെ പിങ്ക് പോലീസ് സ്ഥലം കാലിയാക്കി. പക്ഷേ ഈ ഒരു വിഷയം മീഡിയാസ് അറിയുകയും അത് നല്ല രീതിയിൽ ചർച്ചയാവുകയും മന്ത്രിയുടെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുമെന്ന് മനസ്സിലായ സമയത്ത് ആരുടെയോ ഉപദേശപ്രകാരം നമ്മുടെ മന്ത്രി ഭാര്യയുടെ കാലിൽ ചെന്ന് വീഴുകയും ഭാര്യ മാപ്പ് കൊടുക്കുകയും ചെയ്തു. 500 പ്രണയമുള്ള നമ്മുടെ മന്ത്രി ചുമ്മാ പോയി ഭാര്യയുടെ കാലേ വീണ് മാപ്പ് വാങ്ങിയതൊന്നുമല്ല. ഭാര്യയ്ക്ക് സമ്മാനമായി നമ്മുടെ മിൽമയുടെ ചില ഉൽപ്പന്നങ്ങൾ ദുബായിലേക്ക് കയറ്റി അയക്കാനും നമ്മുടെ കേര ഫെഡിന്റെ എണ്ണയും പിണ്ണാക്കും ഉൾപ്പെടെ ചില സാധനങ്ങൾ അങ്ങ് ഓസ്ട്രേലിയയിലേക്കും അങ്ങ് ന്യൂസിലാൻഡിലേക്കും കയറ്റി അയക്കാനുള്ള ചില സമ്മതപത്രം കൂടെ അങ്ങ് ഭാര്യയ്ക്ക് കൊടുത്തു. ഇതൊക്കെ വഴിവിട്ട സംഭവങ്ങളാണ്. എന്തായാലും ഒരു ടെൻഡർ പോലും വിളിക്കാതെയാണ് ഈ ഒരു പരിപാടി നമ്മുടെ മന്ത്രി ഭാര്യയ്ക്ക് വേണ്ടി ചെയ്തു കൊടുത്തത്. അതും നമ്മുടെ ഭാര്യ CEO ആയ മിഡ് നൈറ്റ് ഗ്ലോബൽ എന്ന് പറയുന്ന കമ്പനിക്ക് വേണ്ടിയിട്ട്. എന്തായാലും കമ്പനിയുടെ പേരൊക്കെ അടിപൊളിയാണ്. ഇയാളെ നമ്മൾ എത്രയൊക്കെ കുറ്റം പറഞ്ഞാലും KSRTCയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹം മികച്ചൊരു മന്ത്രി തന്നെയാണ്. കാരണം ഇതിനു മുന്നേ ഇരുന്ന ആന്റണി രാജു ഭരിച്ചു വെച്ചത് എങ്ങനെയാണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാണ്. അതിൽ നിന്നും KSRTC വളരെ നല്ല രീതിയിലേക്ക് മെച്ചപ്പെടുത്താൻ നമ്മുടെ മന്ത്രിയായ കെ.ബി. ഗണേഷ് കുമാറിന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ പേഴ്സണൽ ലൈഫിലാണെങ്കിൽ ഇദ്ദേഹം വളരെ മോശവുമാണ്. ഈ ഒരു പ്രായത്തിലും 500ഓളം പ്രണയങ്ങൾ കൊണ്ടു നടക്കുന്ന മന്ത്രിയെ എവിടെയെങ്കിലും വെച്ച് മന്ത്രിയുടെ ഭാര്യ തൂക്കുന്നത് വളരെ കഷ്ടമുള്ള കാര്യമാണ്. നമ്മൾ സിനിമ കാണുമ്പോൾ ഒരു പരസ്യം വരുമല്ലോ, നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റണ്ണൌട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണ്. അതുപോലെയാണ് നമ്മുടെ മന്ത്രിയുടെ കാര്യം. 500ഓളം പെണ്ണുങ്ങളെ ഒരേ സമയം പ്രണയിക്കുന്ന നമ്മുടെ ഈ മന്ത്രിക്ക് എന്തിനാണ് ഇങ്ങനൊരു ഗതി കൊടുത്തത്? അല്ലെങ്കിൽ സ്വന്തം ഭാര്യ എന്തിനാണ് ഇദ്ദേഹത്തിന് ഈ ഒരു സമയത്ത് തന്നെ തൂക്കിയത്, അതും ഇലക്ഷൻ സമയത്ത്? അതുകൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മിൽമയുടെയും കേര ഫെഡിൻ്റെയും പല ഉൽപ്പന്നങ്ങളും വിദേശത്തേക്ക് കയറിപ്പോകുന്നു. അതുകൊണ്ട് തന്നെ മന്ത്രിയോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇനിയെങ്കിലും പ്രണയിക്കാതിരിക്കുക, സ്വന്തം ഭാര്യയുടെ കാര്യം മാത്രം നോക്കുക. അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രമല്ല നഷ്ടം, കേരളത്തിലെ ജനങ്ങൾക്ക് കൂടിയുള്ളൊരു നഷ്ടമാണ്. കാരണം ഭാര്യയെ കോംപ്രമൈസ് ആക്കാൻ വേണ്ടി ഇതുപോലെ എന്തെങ്കിലും കാര്യം ഒരു ടെൻഡർ പോലും വിളിക്കാതെ ഭാര്യയുടെ പേരിലേക്ക് എഴുതി കൊടുക്കുകയും അത് നിങ്ങൾക്കൊരു നഷ്ടവും വരത്തില്ല, പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല രീതിയിലൊരു നഷ്ടമാണ്.